أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 1047 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 78-79 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദാവൂദ വസുലൈമാൻ ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫശത് ഫീഹിം ഗനമുൽ ഖൗം വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 78-79 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ടുള്ള പല വെളിപ്പെടുത്തലുകളും നടത്തുന്ന സൂറത്തുൽ അംബിയയുടെ മധ്യഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തുടങ്ങിയ ചരിത്രത്തിലെ പ്രസിദ്ധരായ പ്രവാചകന്മാരെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പ്രത്യേകിച്ച് മക്കയിലെ നിഷേധ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട, അനിവാര്യമായും അവർ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിവരണം മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു വായിച്ചിട്ടുള്ള 2 ആയത്തുകളിൽ അള്ളാഹു ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിച്ചയച്ചിരുന്ന പ്രവാചകന്മാരായിരുന്ന ദാവൂദ് അലൈഹിസ്സലാമിനെയും സുലൈമാൻ അലൈഹിസ്സലാമിനെയുമാണ് പരാമർശിക്കുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാർക്കൊക്കെ തന്നെ അള്ളാഹു വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ നൽകിയ കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യാകരണ വീക്ഷണത്തില് അതേ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ വിവരണവും നിർവഹിക്കപ്പെടുന്നത്. വനൂഹൻ എന്ന് പറഞ്ഞ പോലെ അതിന്റെ മുകളില് വലൂത്തൻ എന്ന വിധത്തില് വ്യാകരണപരമായി അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ വദാവൂദ വസുലൈമാന എന്ന വിവരണം വരുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കാര്യത്തില് അള്ളാഹു പരാമർശിച്ച കാര്യങ്ങളൊക്കെ തന്നെയും ഇവർക്കും ബാധകമാണ് എന്നതാണ് ആ പ്രയോഗത്തിന്റെ സൂചന എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകള് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദാവൂദ വസുലൈമാന, ദാവൂദിനെയും സുലൈമാനെയും ഇതേ വിധത്തില് ഹുക്കുമും ഇൽമും നൽകി നാം അനുഗ്രഹിക്കുകയുണ്ടായി.
ആ വാചകം അല്ലെങ്കിൽ ആ അർത്ഥശകലം വരുന്നത് അതിന്റെ തൊട്ടു മുകളിലുള്ള പ്രസ്താവനയോട് ഇത് ചേർത്ത് വെക്കുമ്പോഴാണ്. അങ്ങനെ ചേർത്ത് വെക്കേണ്ട അനിവാര്യതയുള്ള വിധത്തിലാണ് അതിന്റെ വ്യാകരണ ഘടന. അപ്പൊ ദാവൂദ വ സുലൈമാന, ദാവൂദിനെയും സുലൈമാനെയും നാം ഇതേ വിധത്തിൽ ഇൽമും ഹുക്കുമും നൽകി. ദൈവിക വെളിപ്പാടിലൂടെയുള്ള ജ്ഞാനവും അതുപോലെ ഇൻറ്റ്യൂഷൻ ആയിക്കൊണ്ട് ലഭിക്കുന്ന പ്രായോഗിക ജ്ഞാനവും പ്രായോഗിക ബോധവും ഹിക്മത്തും, ഇത് രണ്ടും നൽകി നാം അനുഗ്രഹിക്കുകയുണ്ടായി. ഇത് യഹ്കുമൂനി ഫിൽ ഹർഫ്, അവരിരുവരും ഒരു കൃഷിയിടത്തിന്റെ കാര്യത്തിൽ, ഒരു വയലിന്റെ കാര്യത്തിൽ വിധി പറയുകയായിരുന്ന ആ സന്ദർഭം, അത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. ദാവൂദ് അലൈഹിസ്സലാമും മകൻ സുലൈമാൻ അലൈഹിസ്സലാമും കൂടിയാലോചന ചെയ്തുകൊണ്ട് നാട്ടില് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന, അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു തർക്ക വിഷയം, അതില് അവരിരുവരും വിധി പറഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭമാണ് ഇവിടെ സ്മരണീയമായിട്ടുള്ളത്. ഇത് നഫശത്ത് ഫീഹി ഗനമുൽ ഖൗം, ചിലരുടെ ആടുകള് ആ കൃഷിയിടത്തിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന വിള നശിപ്പിക്കുകയുണ്ടായ കാര്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തർക്കമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കേസ് ഉണ്ടായിരുന്നത്. ആ കേസിലാണ് വിധി പറയുകയുണ്ടായത്, ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും. അപ്പൊ വകുന്നാലി ഹുക്മിഹിം ഷാഹിദീൻ, അവരുടെ ഈ നീതി നിർവഹണ പ്രക്രിയയിൽ നാം നേരിട്ട് തന്നെ സാക്ഷിയായിരുന്നതാണ്. നാം അവയെ, അവരുടെ നീതി നിർവഹണ പ്രക്രിയ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നാം അതിന് വിറ്റ്നസ് ആയിരുന്നു, സാക്ഷിയായിരുന്നു. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഫഫഹംനാഹ, ആ വിഷയം നാം വളരെ വ്യക്തതയുള്ള വിധത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. സുലൈമാൻ അലൈഹിസ്സലാമിന് അക്കാര്യത്തില് വിശിഷ്ടമായ ഫഹ്മ് നൽകി. ആ കാര്യം, ആ കേസിന്റെ ഡെലിക്കസി, അവിടെ അവരുടെ മുന്നിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആ വിഷയത്തില് സുലൈമാൻ അലൈഹിസ്സലാമിന് വളരെ വിശിഷ്ടമായ വിധത്തിലുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധം, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുകയുണ്ടായി. സുലൈമാൻ അലൈഹിസ്സലാമിന് ആ പ്രശ്നത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഡെലിക്കസി നാം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. സുലൈമാൻ അലൈഹിസ്സലാമിന് അത് മനസ്സിലാക്കാൻ, അതിലടങ്ങിയിരിക്കുന്ന സങ്കീർണത ഉൾക്കൊണ്ടുകൊണ്ട് അക്കാര്യത്തില് നടപടി സ്വീകരിക്കാൻ വേണ്ട വിധത്തിലുള്ള തിരിച്ചറിവും ബോധവും നൽകുകയുണ്ടായി. വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ, ഇരുവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെയും നാം ഹുക്മും ഇൽമും നൽകിയിട്ടുണ്ടായിരുന്നു. പ്രവാചകത്വം എന്ന മഹത്തരമായ ദൗത്യം നിർവഹിക്കാൻ ഏറ്റവും അനിവാര്യമായ രണ്ട് ഗുണങ്ങളാണ്, രണ്ട് ചേരുവകളാണ് ഈ കാര്യങ്ങൾ. ഇൽമ് എന്ന വെളിപാടിലൂടെ ലഭിക്കുന്ന ദൈവിക ജ്ഞാനം, രണ്ടാമത്തത് ഹുക്കുമാണ്. ഹുക്കുമ് എന്നത് ആ ദൈവിക ജ്ഞാനത്തെ പ്രായോഗികമായി നടപ്പിലാക്കുന്ന രീതി, പ്രായോഗികത, പ്രായോഗിക ബോധം, പ്രായോഗിക ജ്ഞാനം. എല്ലാവർക്കും നാം ഹുക്കുമും ഇൽമും നൽകിയിട്ടുണ്ടായിരുന്നു. വസഖർനാ മഅ ദാവൂദ് അൽ ജിബാൽ, അതിലുപരി ദാവൂദിനോടൊപ്പം നാം പർവ്വതങ്ങളെ വിധേയപ്പെടുത്തി. ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, യുസബ്ബിഹിന, അവരെല്ലാവരും തന്നെ അള്ളാഹുവിനുള്ള തസ്ബീഹിൽ ഏർപ്പെടുകയായി. ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിന് അത്യാകർഷകമായ ഈണത്തില് തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ സ്വരലയത്തിലും ആ സ്വരമാധുരിയിലും വന്ന് പങ്കുചേരുന്ന വിധത്തില് പർവ്വതങ്ങൾ പോലും അതില് തസ്ബീഹില് വന്നു ചേർന്നു.
ഒത്തൊയ്യറ, അതുപോലെ പക്ഷിക്കൂട്ടങ്ങളും. പക്ഷികളും ദാവൂദ് അലൈഹിസ്ലാമിനോടൊപ്പമുള്ള ആ തസ്ബീഹിന്റെ രീതിയിൽ വന്നു ചേർന്നു. പക്ഷികളും പർവ്വതങ്ങളും ഇവ രണ്ടും തന്നെ ദാവൂദ് അലൈഹിസ്ലാമിന്റെ സങ്കീർത്തനത്തില് പങ്കാളികളായിക്കൊണ്ട് വന്നു ചേർന്നു. വകുന്ന ഫാഇലീൻ, ഇതൊക്കെയും ചെയ്തിട്ടുള്ളത് നാം തന്നെയാണ്. നാമാണ് ഇതൊക്കെയും ഉണ്ടാക്കിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. ഈ വിധത്തില് കാര്യങ്ങളെ പ്രവർത്തനക്ഷമമാക്കുകയുണ്ടായത് നാമാണ്. ഈ രണ്ടായത്തുകളുടെ ഏകദേശ സാരമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ നമ്മൾ നേരത്തെ പിന്നിട്ട സൂറത്തുകളുടെ ഘട്ടങ്ങളിൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ജാലൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ പല പരാമർശങ്ങളും വന്ന ഘട്ടങ്ങളിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഈ പ്രവാചകൻ അവര് നേരിട്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ അവരുടെ സഹായിയായി രംഗത്ത് വന്നുകൊണ്ട് അവരുടെ മുഖ്യ ശത്രുവായിരുന്ന ഗോലിയാത്തിനെ പരാജയപ്പെടുത്തി ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വീരനായകനായിക്കൊണ്ട് രംഗത്ത് വരികയാണ് ദാവൂദ് അലൈഹിസ്സലാം. അതിനെ തുടർന്ന് വൈകാതെ ദാവൂദ് അലൈഹിസ്സലാം ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് പ്രവാചകൻ എന്നുള്ള നിലക്കും അവരുടെ ഭരണാധികാരി എന്നുള്ള നിലക്കും ചുമതലയേറ്റുകൊണ്ട് രംഗത്ത് വരുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദാവൂദ് അലൈഹിസ്സലാം ഒരു വലിയ ഹീറോ ആയിട്ട്, വലിയ നായകനായിട്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തില് വലിയ സ്വാധീനത്തോടു കൂടി ഭരണം നിർവഹിക്കുക കൂടി ചെയ്തിട്ടുള്ള പ്രവാചകനാണ്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ പുത്രനായ സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും തുടർന്ന് അദ്ദേഹത്തിന്റെ മരണശേഷവും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ നേതൃത്വത്തില് അവരുടെ ഭരണാധികാരിയായും അവരിലേക്ക് അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകനായും പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ കാലഘട്ടം ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടമാണ്. നേരത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ലൂത്ത് അലൈഹി ഇസ്ലാമും ഇറാഖിൽ നിന്ന് പലായനം ചെയ്ത് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് പരാമർശിച്ച് നമ്മൾ കാണുകയുണ്ടായി. മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന അർദുൽ മുഖദ്ദസ എന്ന് ഖുർആൻ പരാമർശിക്കുന്ന, ഇന്ന് സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും രണഭൂമിയായി നിലകൊള്ളുന്ന ഫലസ്തീൻ ഉൾപ്പെടുന്ന ആ ഭൂപ്രദേശമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഈ ഭൂപ്രദേശത്തേക്കാണ് ഇബ്രാഹിം അലൈഹിസ്ലാമിനെയും ലൂത്ത് അലൈഹിസ്ലാമിനെയും അള്ളാഹു അവരുടെ നാട് വിട്ടു പോകുന്ന ആ ഘട്ടത്തില് അവരെ മാർഗദർശനം ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായത് ആ ഇടത്തേക്കാണ്. ആ ഭൂപ്രദേശം മനുഷ്യ അധിവാസമുള്ള മുഴുവൻ ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം ഉണ്ടായിരുന്ന ഭരണാധികാരികള് ലോകത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന വിധത്തിലുള്ള ഭരണ സ്ഥിരാകേന്ദ്രമായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു പ്രദേശമാണത്. ലോകത്ത് ഏറ്റവും ശക്തമായ ഒരു ഡോമിനന്റ് ആയ റൂളിംഗ് സ്റ്റേറ്റ് എന്നൊരു സംഗതി എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭരണകൂടം ഇതര ഭരണകൂടങ്ങളുടെ മേൽ വലിയ സ്വാധീനമുള്ള വിധത്തില് അവയെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തുന്ന ഒരു രീതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സമീപകാലം വരെ ഒരുപക്ഷെ ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ആ ഒരു പദവി ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് രണ്ടാം ലോക യുദ്ധം അവസാനിക്കുന്നത് വരെ അല്ലെങ്കിൽ തുടങ്ങുന്നത് വരെയൊക്കെ ബ്രിട്ടൻ ആയിരുന്നു ആ റോളിലുണ്ടായിരുന്നത്. സമാനമായ റോളുകളിൽ പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവയിൽ നീതിയുടെയും സത്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തില് ഭരണം നിർവഹിച്ച് ലോകത്ത്
ശാന്തി സമാധാനം നടപ്പിലാക്കിയ ഭരണാധികാരികൾ ഈ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന അർളുൽ മുഖദ്ദസയെ കേന്ദ്രമാക്കിക്കൊണ്ട് ആ വിധത്തിൽ ദീർഘകാലം ഭരണം നിർവഹിച്ച കാര്യം നമുക്ക് ഖുർആന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗണത്തില് ഏറ്റവും ശ്രദ്ധേയമായ ഭരണാധികാരികൾ കൂടിയായിരുന്ന ആളുകളാണ് ദാവൂദ് അലൈഹിസ്ലാമും പുത്രൻ സുലൈമാൻ അലൈഹിസ്ലാം. അവരുടെ കാലഘട്ടത്തില് അവരുടെ മുന്നിൽ വന്ന ഒരു തർക്ക പ്രശ്നമാണ് ഇവിടെ ഖുർആൻ പരാമർശിക്കുന്നത്. ചില ശ്രദ്ധേയമായ പാഠങ്ങൾ ഈ സംഭവ വിവരണത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയം അത് ഒരു കൃഷിയിടത്തെ കുറിച്ച്, ഒരു വയലിനെ കുറിച്ചുള്ള ഒരു പ്രശ്നമാണ്. അപ്പോ ഇവരിരുവരും സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമും മകൻ സുലൈമാൻ അലൈഹിസ്സലാമും ഒരു കൃഷിയിടം സംബന്ധിച്ച ഒരു തർക്കത്തിൽ, ഒരു പ്രശ്നത്തിൽ വിധി പറയുകയാണ്. അതാണ് രംഗം. ഒരു ഹെർസിന്റെ കാര്യത്തിൽ, ഒരു വയലിന്റെ കാര്യത്തിലാണ് അവര് വിധി പറയേണ്ടിയിരുന്നത്. അതിനുവേണ്ടി അവര് കൂടിയാലോചന നടത്തി അതില് തീരുമാനമെടുക്കുന്ന ഘട്ടം. അതിലെ തർക്കം ഇതാണ്: ഇത് നഫശത്ത് ഫീഹി വനമുൽ ഖൗം, നാട്ടിലെ ആരുടെയോ ആടുകള് ഈ കൃഷിയിടത്തിലേക്ക്, ഈ വിള ഉണ്ടായിരുന്ന വയലിലേക്ക് അതിക്രമിച്ച് കടക്കുകയും അതിലെ വിള നശിപ്പിക്കുന്ന വിധത്തിൽ അതിനെ തിന്നു തീർക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. വയലിന്റെ ഉടമ സ്വാഭാവികമായിട്ടും പരാതിക്കാരനായിട്ട് ഇവരുടെ മുന്നിൽ എത്തുകയാണ്, കേസ് കൊടുക്കുകയാണ്. പ്രതിഭാഗത്തുള്ളത് ഈ ആടുകളുടെ ഉടമയാണ്. അപ്പൊ ഈ കാര്യത്തിലാണ് വിധി പറയേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ, ഈ സംഭവം ബൈബിളില് ഒരു പരാമർശവും ഇല്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇവിടെ ഉണ്ടായിരുന്ന തർക്കവും അക്കാര്യത്തില് ദാവൂദ് അലൈഹി ഇസ്ലാം നൽകിയ വിധി എന്തായിരുന്നു? ദാവൂദ് അലൈഹി ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു പ്രത്യേകമായ ഒരു തിരിച്ചറിവ് നൽകിയത് കാരണമായി സുലൈമാൻ അലൈഹി ഇസ്ലാം നൽകിയ വിധി എന്തായിരുന്നു എന്നതൊന്നും ഹദീസുകളിലും വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് ചില അനുമാനങ്ങൾ നടത്തുകയാണ്. ഈ അനുമാനങ്ങൾ ശരിയുമാവാം, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ അനുമാനവും ആവാം. ഈ അനുമാനം ഇങ്ങനെയാണ്: ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെയും അടുക്കൽ ഇവരെത്തുന്നത് ഈ പരാതി പറഞ്ഞുകൊണ്ടാണ്. തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വേറൊരു കൂട്ടരുടെ ആടുകള്, ഈ പ്രയോഗത്തിൽ നിന്ന് രാത്രി കാലത്താണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ആ വിധത്തില് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ആടുകള് ഇടിച്ചു കയറി അവിടുത്തെ വിള തിന്നു കളഞ്ഞു, അല്ലെ നശിപ്പിച്ചു എന്നതാണ്. ഇതിലാണ് അവര് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോ ദാവൂദ് അലൈഹി ഇസ്ലാം അക്കാര്യത്തില് വിധി പറഞ്ഞത് ഈ ആടുകളെ പിടിച്ചു കെട്ടി വയലിന്റെ ഉടമസ്ഥന് നൽകണം എന്നതായിരുന്നു എന്നാണ് പണ്ഡിതന്മാര്, ഖുർആൻ വ്യാഖ്യാതാക്കള് ഒരു നിഗമനത്തിലെത്തുന്നത്. അതിനെ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ആ വിധിയിൽ പന്തികേടുണ്ട്, അതിൽ ചില അന്യായങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുകയാണ്. അങ്ങനെ സുലൈമാൻ അലൈഹി ഇസ്ലാം അത് സംബന്ധമായി നൽകുന്ന വിധി, ആ വയലുടമക്ക് ഉണ്ടായ നഷ്ടം, വിളനാശം, അത് പരിഹരിച്ചു കൊടുക്കുന്നത് വരെ ഈ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്ന ആടുകളെ അവയുടെ ഉടമസ്ഥനിൽ നിന്ന് പിടിച്ചെടുത്ത് ഈ വയലിന്റെ ഉടമയെ ഏൽപ്പിക്കണം. അത്രയും കാലം അത് ആ നാശം ഉണ്ടായ കൃഷിനാശം ഉണ്ടായ ആ കാര്യത്തില് വയലുടമക്ക് വന്ന നഷ്ടം നികത്തപ്പെടുന്ന വരെയുള്ള ഒരു ഇടപെടല്, അതുവരെ ഈ ആടുകളെ അവയുടെ ഉടമകളിൽ നിന്ന് പിടിച്ചെടുത്ത് ഇവരെ ഏൽപ്പിക്കണം എന്ന ഒരു വിധിയാണ് നൽകിയത് എന്ന് പണ്ഡിതന്മാര് അനുമാനിക്കുന്നുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അനുമാനമാണ്. ഇതാണ് അതിലുള്ള സംഗതി. അപ്പോ ഈ ഒരു കാര്യമാണ്
ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നതാണ് അവർ വിശദീകരിച്ചു പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ഈ വിശദീകരണം, ഈ തർക്കം എന്താണ് എന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദാവൂദ് അലൈഹി ഇസ്ലാമും സുലൈമാൻ അലൈഹി ഇസ്ലാമും നൽകിയിട്ടുള്ള വിധി എന്തായിരുന്നു, അതിലെ വ്യത്യസ്തത എന്തായിരുന്നു എന്നത് ഖുർആൻ സൂചിപ്പിക്കുന്നില്ല. ഹദീസുകളിൽ അതിനെക്കുറിച്ച് പരാമർശം കാണുന്നില്ല. ബൈബിളിലോ അതുപോലെയുള്ള സ്രോതസ്സുകളിലോ യാതൊന്നും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുമില്ല. അപ്പോ ഈ പണ്ഡിതന്മാർ അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണം ഒരു അനുമാനമാണ്. അവരുടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ആലോചനയിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ആ വിവരണത്തിൽ തന്നെ വലിയ പരിമിതികളുള്ള പോലെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വയലുടമക്ക് എത്ര നഷ്ടമുണ്ടായി എന്നത് കണക്കാക്കി ആ നഷ്ടം പരിഹരിക്കുന്ന വിധത്തിലുള്ള ഒരു പിഴ അവരുടെ മേൽ ചുമത്തുക ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വിഷയത്തില് നമ്മൾ കൃത്യമായി പറയാൻ നമുക്ക് വേണ്ടത്ര തെളിവുകളൊന്നുമില്ല. പക്ഷെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം, വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ തർക്കം വന്ന സ്ഥിതിക്ക് വയലുടമ തന്റെ വയലിന്റെ സംരക്ഷണത്തിനുള്ള സംവിധാനമൊക്കെ ചെയ്തു വെക്കുകയും ഈ ആടുകളുടെ ഉടമ ആടുകളെ നിയന്ത്രിച്ച് നിർത്താൻ അവയെ കെട്ടിയിടുകയോ അതുപോലെയുള്ള സംഗതികൾ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്ത ഒരവസ്ഥയിൽ ആടുകൾ അങ്ങോട്ട് ഇടിച്ചു കയറി മേഞ്ഞ് വിള നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നഷ്ടമാണ് അത് കാരണമായിട്ട് വയലുടമക്ക് ഉണ്ടായിട്ടുള്ളത് എന്നത് അസസ് ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നഷ്ടപരിഹാരം പിഴയായിട്ട് ചുമത്തി അത് ആടുകളുടെ ഉടമയിൽ നിന്ന് ഈടാക്കിയിട്ട് വയലിന്റെ ഉടമക്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ ആലോചനയിൽ രൂപപ്പെട്ടു വരുന്ന ഒരാശയം. ഏതായാലും ഈ വിഷയത്തില് മദ്ഹബുകളുടെ ഇമാമുകൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമാണ് ഉള്ളതായിട്ട് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയം ഏകദേശം മനസ്സിലാക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ദാവൂദ് വ സുലൈമാൻ, ദാവൂദിനെയും സുലൈമാനെയും ഈ വിധത്തില് ഇൽമും ഹുക്കുമും നൽകി നാം അനുഗ്രഹിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് യഹ്കുമാനി ഫിൽ ഹർസി, ഒരു വയലിന്റെ കാര്യത്തിൽ അവർ ഇരുവരും ചേർന്ന് വിധി പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് അത് വിഷയം ഇത് നഫശത്ത് ഫീഹി വനമുൽ ഖൗം, നാട്ടിലെ ചിലരുടെ ആടുകള് അവരുടെ വയലിലേക്ക് അതിക്രമപരമായി ഇടിച്ചു കയറി മേഞ്ഞ് അതിനെ നശിപ്പിച്ചു എന്ന ഒരു വിഷയത്തിൽ വകുന്നാലി ഹുക്മിഹിം ഷാഹിദീൻ, അവരുടെ ആ വിധി തീർപ്പ് നടത്തുന്ന അവരുടെ ആ നീതി നിർവഹണ പ്രക്രിയയിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അതിന് സാക്ഷിയായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഫഫഹംനാഹ, ആ വിഷയം നാം ഫഫഹംനാഹ സുലൈമാൻ അലൈഹിസ്ലാമിന് അക്കാര്യത്തിൽ നാം ഫഹ്മ് നൽകുകയുണ്ടായി. അക്കാര്യത്തില് കൂടുതൽ വ്യക്തതയോടുകൂടി തെളിമയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അവസരം, ഒരു ഇൻറ്റ്യൂഷൻ നാം നൽകുകയുണ്ടായി. വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ, ഇവരിരുവരും തന്നെ അല്ലെങ്കിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുൾപ്പെടെ എല്ലാവർക്കും നാം ഹുക്കുമും ഇൽമും നൽകുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ തർക്ക വിഷയത്തിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അതിന്റെ ശരിയായ പക്ഷം എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന, ശരിയായ വിധി തീർപ്പ് എന്താണ് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തിരിച്ചറിവ്, ഒരു മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരു ബോധ്യം നാം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായി നൽകിയിട്ടുണ്ടായി. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ദൈവികമായി കാര്യങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കാനുള്ള ചില ഇൻറ്റ്യൂഷൻ ആളുകൾക്ക് അള്ളാഹു നൽകാറുണ്ട്. അതെല്ലാവർക്കും ഒരുപോലെയല്ല.
പ്രവാചകന്മാരുടെ കാര്യത്തിലും എല്ലാ പ്രവാചകന്മാർക്കും ആ ഫഹ്മ് ഒരുപോലെയല്ല നൽകപ്പെട്ടിരിക്കുന്നത് എന്നത് ഈ പ്രയോഗത്തിൽ നിന്ന്, ഈ ഖുർആൻ ആയത്തിന്റെ ശകലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ദാവൂദ് അലൈഹിസ്ലാമിന് മനസ്സിലാക്കാൻ സാധിച്ചതിനേക്കാൾ വ്യക്തതയോടുകൂടി അക്കാര്യം തിരിച്ചറിയാൻ, ബോധ്യപ്പെടാൻ, മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനാണ്. ചരിത്രത്തില് സോളമൻ ദ വൈസ് എന്ന പേരിലാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം അറിയപ്പെടുന്നത്. ഇത്തരം ചില വിധി തീർപ്പുകളുടെ കാരണത്താൽ ആളുകളെ വിസ്മയിക്കുന്ന വിധത്തിൽ നീതി നിർവഹിക്കാൻ സാധിച്ച ചില സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ സോളമൻ ദ വൈസ് എന്ന പേരിൽ ആളുകൾ വിശേഷിപ്പിക്കാൻ തുടങ്ങിയുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഇക്കാര്യത്തില് ദാവൂദ് അലൈഹി ഇസ്ലാമിനേക്കാൾ ഈ വിഷയത്തില് ഒരു ഫഹ്മ്, മെച്ചപ്പെട്ട ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം അള്ളാഹു നൽകിയുണ്ടായി എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. മനുഷ്യർക്കിടയിലും സാധാരണ മനുഷ്യർക്കിടയിലും ഈ കാര്യത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഖുർആൻ മനസ്സിലാക്കുന്നതില്, അതിന്റെ അന്തരാർത്ഥങ്ങളെ ചികഞ്ഞെടുക്കുന്നതില്, അതിന്റെ സൂചനകളെ വായിച്ചെടുക്കുന്നതില് എല്ലാവർക്കും ഒരേപോലെ ഉള്ള കഴിവുകളല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ വ്യത്യസ്തമായ അളവിലുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള കഴിവുകളുള്ള ആളുകളൊക്കെ തന്നെ സത്യസന്ധമായ ഒരു സമീപനം ഖുർആനോട് സ്വീകരിക്കുക വളരെ അനിവാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയതാണ് 100% ശരി എന്നൊരു വാശി ആരും കാണിക്കരുത്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിശദീകരണം മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുമ്പോൾ വിനയാന്വിതനായിക്കൊണ്ട് അത് സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കുകയാണ് തഖ്വയുടെ ലക്ഷണം എന്നത് വിശുദ്ധ ഖുർആന്റെ പല സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ കാര്യത്തില് ഒരേ ഇൻറ്റ്യൂഷനോ, ഒരേ അളവിലുള്ള, ഒരേ ക്വാളിറ്റിയുള്ള ഒരു ആന്തരിക ജ്ഞാനമോ ഒന്നുമല്ല ഉള്ളത്. വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ ദിശയിലുള്ള ആലോചനയും ഒക്കെയാണ് ആളുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഹദീസിന്റെ അല്ലെങ്കിൽ ഒരു ഖുർആനിലെ ഒരു ആയത്തിനെ മനസ്സിലാക്കുന്നതില് സത്യസന്ധതയോടുകൂടി, ബുദ്ധിപരമായ ഓണസ്റ്റിയോടുകൂടി നമുക്ക് ആ ആയത്തുകളെ സമീപിക്കുമ്പോൾ അള്ളാഹു ചില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മളെ മനസ്സിൽ തരും. ആ വെളിപ്പെടുത്തല് അള്ളാഹു ഇവിടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് പറഞ്ഞിട്ടുള്ള പോലെ സുലൈമാൻ എന്ന് പറഞ്ഞല്ലോ, ഒരു വിശിഷ്ടമായ രീതിയിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഒരാശയം, ഒരു തിരിച്ചറിവ്, ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വെളിച്ചം അള്ളാഹു ഇട്ടുതരും. ഇത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഇന്ന അലൈന ബയാന എന്ന് ഖുർആനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഒരിടത്ത് പറയുകയുണ്ടായത്. നമ്മുടെ ബാധ്യതയാണ് ഈ ഖുർആന്റെ വ്യാഖ്യാനം, ഖുർആന്റെ വിശദീകരണം എന്നാണ്. അള്ളാഹു നേരിട്ട് വന്ന് ഖുർആൻ വിശദീകരിക്കാറില്ല എന്നത് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഖുർആന്റെ ആയാത്തുകളിൽ അടങ്ങിയിരിക്കുന്ന അതില് വെളിപ്പെട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും വെളിപ്പെട്ടു വരുന്നത്? അത് ഖുർആൻ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ അള്ളാഹു വിട്ടുകൊടുക്കുന്ന ആശയങ്ങളാണ്. അവർക്ക് പെട്ടെന്ന് അതിന്റെ ഒരു ഇൻസൈറ്റ് ലഭിക്കുകയാണ്. ആ ഇൻസൈറ്റ് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു ഒരു ആയത്തിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, സാമ്പ്രദായികമായി വായിച്ചു വരുന്ന രീതിയിലല്ലാതെ വായിക്കാൻ ചിലർക്ക് ഒരു അവസരം നൽകുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി. ഈ തർക്ക വിഷയത്തിൽ, ഈ കേസിന്റെ കാര്യത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അതിന്റെ ഉള്ളുകള്ളികളും അതിലടങ്ങിയിട്ടുള്ള ഡെലിക്കസിയും ദാവൂദ് അലൈഹി ഇസ്ലാമിന് ബോധ്യപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇനി ഇത് തന്നെ ഒരേ ആള് എല്ലാ സമയങ്ങളിലും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരാള് ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ ഒരു വിഷയം മനസ്സിലിട്ട് അങ്ങനെ കൊണ്ടു നടന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാല് അതിന്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ വളരെ വ്യത്യസ്തമായി ചില വെളിപ്പെടുത്തലുകൾ അയാൾക്ക്
ലഭിക്കുന്നത്. അത് ആ ആയത്തിന്റെ സൂചനകളെ കുറിച്ചൊക്കെ. അപ്പൊ ഇത് ഒരാളുടെ കഴിവാണ്, ഒരാളുടെ സിദ്ധിയാണ് എന്ന നിലക്ക് അയാൾക്ക് ഒരല്പം അതിലൊരു പൊങ്ങച്ചം തോന്നാനോ അല്ലെങ്കിൽ അഹങ്കാരം തോന്നാനോ ഒന്നും ഒരു വകുപ്പുമില്ല. അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണിത്. ഈ വിശുദ്ധ ഖുർആനെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമം നടത്തുമ്പോ അങ്ങനെയുള്ള വ്യത്യസ്തമായ ചില കാര്യങ്ങൾ അറിയാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്നത് അയാളുടെ പ്രയത്നത്തിനുള്ള ജസാ ആയിട്ട് അള്ളാഹു നൽകുന്ന കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും മാത്രമാണ്. അല്ലാതെ അയാളുടെ സിദ്ധിയല്ല, അയാളുടെ വിശിഷ്ടതയല്ല, അയാളുടെ നേട്ടവുമല്ല. ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്ന പ്രയോഗം തന്നെ ഫഫഹംനാഹ സുലൈമാനാണ്. നാം സുലൈമാനെ അക്കാര്യത്തില് ഒരു ഒരു തിരിച്ചറിവ് നൽകി സുലൈമാന് എന്നാണ്. സുലൈമാൻ സ്വയം നേടി എന്നല്ല പറയുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോ ഇരുവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെയും നാം ഹുക്കുമും ഇൽമും നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു ഉടനെ തന്നെ ദാവൂദ് അലൈഹിസ്സലാമിനെ മറ്റൊരു കാര്യത്തില് സുലൈമാൻ അലൈഹിസ്സലാമിനേക്കാൾ വിശിഷ്ടനാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാമിനേക്കാൾ ഉന്നതനായിരുന്നത് സുലൈമാൻ അലൈഹിസ്സലാമാണ് എന്ന ഒരു ഫാൾസ് കൺക്ലൂഷനിലേക്കൊന്നും നമ്മൾ എത്തേണ്ടതില്ല. സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു ചില വിശിഷ്ടതകൾ നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ അതേക്കാൾ അല്ലെങ്കിൽ അതുപോലെയുള്ളത് മറ്റ് ചില വിശിഷ്ടതകൾ ദാവൂദ് അലൈഹിസ്സലാമിനും അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനോടുള്ള ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനകളിലും സങ്കീർത്തനങ്ങളിലും നിരന്തരമായി ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ ഹദീസുകൾ സൂചിപ്പിക്കുന്നത് ദാവൂദ് അലൈഹിസ്സലാമിന് അദ്ദേഹം തനിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു നോമ്പിന്റെ രീതി ഉണ്ടായിരുന്നു വ്രതാനുഷ്ഠാനത്തിന്. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ദാവൂദ് അലൈഹിസ്സലാം വ്രതമനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നതാണ് ഹദീസുകളിൽ നിന്ന് സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ ദാവൂദ് അലൈഹിസ്സലാം അസാധാരണമായ മെയ്ക്കരുത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഖുർആൻ അത് ദാവൂദ് അതുൽ ഐദി എന്ന് ഖുർആൻ പറയുന്നത് കാണാം. കരങ്ങളുള്ള എന്ന് പറഞ്ഞാൽ കൈക്കരുത്തുണ്ടായിരുന്നവനായ ദാവൂദ് എന്ന് ഖുർആൻ പറയാം. ഗോലിയാത്തിനെ ഇടിച്ച് തറ പറ്റിച്ച, ഇടിച്ചു വീഴ്ത്തിയ, പരാജയപ്പെടുത്തിയ ദാവൂദ് അലൈഹിസ്സലാം ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു നായകനായി ഉയർന്നു വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ആ ഫിസിക്കൽ മൈറ്റിന്റെ കാരണമായിട്ടാണ്. അദ്ദേഹം പ്രവാചകനായിട്ടോ ഭരണാധികാരിയായിട്ടോ ഒക്കെ രംഗത്ത് വരുന്നതിന് മുമ്പുണ്ടായ സംഭവമാണ്. എന്തായാലും ദാവൂദ് അലൈഹിസ്സലാം അത്രയും കരുത്തുണ്ടായിരുന്ന, ശക്തി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു വശം അദ്ദേഹം വലിയ ഭക്തനായിരുന്നു എന്നതാണ്. വ്രതാനുഷ്ഠാനത്തിലൂടെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരുന്ന അസാധാരണമായ പ്രതിബദ്ധത കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാം വലിയ ആരാധനകളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അള്ളാഹുവിനുള്ള തസ്ബീഹ് നിർവഹിച്ചിരുന്ന ഒരു കാര്യം വളരെയേറെ വിശിഷ്ടതകളുള്ള ഒരു കാര്യമാണ്. ഒരിക്കല് അമ്രുബ്നുൽ ആസ് ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു സഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തിൽ വളരെ ഞാൻ പേര് പരാമർശിച്ച് തെറ്റിയതാണ്. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് വളരെ ആകർഷകമായ വിധത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായ ഒരു കാര്യം, ലഖദ് ഊതിയ മിസ്മാറൻ മിൻ മസാമീരി ദാവൂദ് എന്ന ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ട പോലെയുള്ള ഒരു അതിവിശിഷ്ടമായ സ്വരമാധുരി നൽകപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂ മൂസൽ അശ്ശരിയുടെ ഖുർആൻ തിലാവത്തിനെ പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായത്. മിസ്മാർ എന്നതൊരു സംഗീതോപകരണത്തിന് കൂടിയുള്ള പേരാണ്. ബൈബിൾ സ്രോതസ്സുകളിലൊക്കെ ദാവൂദ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക പ്രകീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം പരാമർശിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അബൂ മൂസൽ അശ്ശരിയുടെ കാര്യത്തില്
അദ്ദേഹത്തിന്റെ വേർബൽ മ്യൂസിക് ആണ്. അദ്ദേഹത്തിന്റെ ആ പാരായണത്തിൽ അടങ്ങിയിരിക്കുന്ന സംഗീത സാന്ദ്രതയെ സൂചിപ്പിച്ചുകൊണ്ടാണ്, അതിന്റെ സ്വരച്ചേരുവയുടെ സ്വരമാതിരി സൂചിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം, ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ നിരതനായിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിടെ പറയുന്ന വസഖർന, നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി, വിധേയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി, മഴ ദാവൂദിനോടൊപ്പം അൽ ജിബാല, പർവ്വതങ്ങളെ, യുസബ്ബിഹ്ന, അവയും ഈ പർവ്വതങ്ങളും ദാവൂദിനോടൊപ്പം വിധേയപ്പെടൽ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കുന്ന, സങ്കീർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു കാര്യം. വത്വയ്റ, അതുപോലെ തന്നെ പക്ഷികളും. ദാവൂദ് അലൈഹിസ്സലാം ശ്രുതിമധുരമായ ഈണത്തില് അള്ളാഹുവിനുള്ള തസ്ബീഹ് നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ ഏർപ്പെട്ട ഘട്ടങ്ങളിൽ പർവ്വതങ്ങളും പക്ഷിക്കൂട്ടങ്ങളും വരെ ആ റിഥം ഫോളോ ചെയ്തുകൊണ്ട് അള്ളാഹുവിനുള്ള തസ്ബീഹ് ആലപിക്കുന്നതിൽ പങ്കുചേരാറുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ വളരെ ഭൗതിക മാത്രമായ തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുകളുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഈ ഈ തലം, ഈ പർവ്വതങ്ങളും പക്ഷികളുമൊക്കെ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ സങ്കീർത്തനത്തിൽ വന്ന് അണിചേരുന്ന ആ കാര്യം ഉൾക്കൊള്ളാൻ സാധിച്ചോളുന്നില്ല. ഏത് വിധത്തിൽ അത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അനുമാനം ഉണ്ടാകാനേ സാധിക്കുകയുള്ളൂ. ഏത് വിധത്തിലാണ് പർവ്വതങ്ങൾ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ആ തസ്ബീഹ് ആലാപനത്തില് പങ്കാളികളായത്, പക്ഷിക്കൂട്ടങ്ങൾ എങ്ങനെയാണ് അതില് പങ്കാളികളായത് എന്നതൊന്നും നമുക്ക് സങ്കല്പിക്കുക എളുപ്പമല്ല. എന്തായാലും അള്ളാഹു ആണല്ലോ ഇത് പറയുന്നത്. പർവ്വതങ്ങൾ, പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട് എന്ന് ഖുർആൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷികളും അതുപോലെ മത്സ്യങ്ങളും ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുള്ള സകല സംഗതികളും അള്ളാഹുവിന് ഉള്ള പ്രകീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതു വിധത്തിൽ എന്നത് നമുക്കറിയില്ല. ഇവിടെ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ആ സംഗീത സാന്ദ്രമായ ശ്രുതിമധുരമായ ആ തസ്ബീഹിന്റെ ആ ആരാധനാ നിർവഹണത്തില്, തസ്ബീഹ് ആലപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ സങ്കീർത്തനം ചെയ്യലില് പർവ്വതങ്ങളും പക്ഷികളും ഏതോ വിധത്തിൽ പങ്കാളികളായി വന്ന് അണിചേരുകയുണ്ടായിരുന്നു എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വഖുന്ന ഫാഇലീൻ, ഇതൊക്കെയും നാം ആണ് ചെയ്തിട്ടുള്ളത് എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ ഈ ഇത്തരം സങ്കീർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാര്യം ബൈബിളിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ധാരാളം സൂചനകൾ അദ്ദേഹത്തിന്റെ വാദ്യോപകരണങ്ങളെ കുറിച്ചും നമുക്ക് കാണാൻ സാധിക്കും. ദാവൂദ് അലൈഹി ഇസ്ലാം അങ്ങേയറ്റത്തെ പ്രതിബദ്ധത കാണിച്ച, സത്യസന്ധത കാണിച്ച, ഭക്തി കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. പ്രവാചകന്മാരുടെ കൂട്ടത്തില് അദ്ദേഹത്തിന് ഈ വക ചില വിശിഷ്ടതകൾ ഉണ്ടായിരുന്നു എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. എന്തായാലും സുലൈമാൻ അലൈഹി ഇസ്ലാം ആണ് ആ തർക്ക വിഷയത്തില് വിധി കൽപ്പിക്കുന്നതിൽ കൂടുതൽ മെച്ചപ്പെട്ട വിധത്തില് പ്രശ്നം മനസ്സിലാക്കുന്നതിനും വിധി കൽപ്പിക്കുന്നതിനും സാധിച്ചിട്ടുള്ള വ്യക്തി രണ്ടുപേരുടെയും കൂട്ടത്തില് എന്ന് കാണാൻ കഴിയും. അതുപോലെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ വിശിഷ്ടനാക്കുന്ന ഈ അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാര്യവും നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. ഒന്ന്, ഈ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള കഴിവിലുള്ള വ്യത്യസ്തത. അള്ളാഹു വ്യത്യസ്തമായ അളവിലുള്ള കഴിവുകളാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. അതൊന്നും തന്നെ അവരുടെ വ്യക്തിപരമായ കഴിവുകളല്ല, അള്ളാഹു നൽകിയിട്ടുള്ള അമാനത്ത് മാത്രമാണ്. അത് അള്ളാഹു നൽകിയ
പ്രത്യേകമായ സഹായങ്ങളും അല്ലെങ്കിൽ പ്രത്യേകമായ ഓരോ സന്ദർഭത്തിലും നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഒക്കെയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, ഒരു തർക്ക വിഷയത്തില് ഒരു ന്യായാധിപന് വ്യത്യസ്തരായ ന്യായാധിപരുടെ അടുക്കല് വിഷയം എത്തുമ്പോൾ അവര് നൽകുന്ന വിധികള് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും, ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. വിധിക്ക് അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കപ്പെടുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒന്ന് തന്നെയാണെങ്കിലും രണ്ട് വ്യത്യസ്തരായ ജഡ്ജസ് നൽകുന്ന വിധി വ്യത്യസ്തമാവാനിടയുണ്ട്. ഇവിടെ തന്നെ നമ്മൾ കാണുകയുണ്ടായി. രണ്ടുപേരും അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച്, കിതാബ് അനുസരിച്ചാണ് ഇരുവരും വിധിക്കുന്നത്. പക്ഷേ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രോസസ്സിൽ വ്യത്യസ്തതയുണ്ട്. ചിലരുടേത് മറ്റു ചിലരുടേതിനേക്കാൾ മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിവൈഭവം വെളിപ്പെടുത്തുന്നതോ ഒക്കെ ആകാം. അങ്ങനെയുള്ള സാധ്യത അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ഹദീസ് ഈ ന്യായാധിപന്മാരുടെ വിധിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നൽകുന്ന വെളിപ്പെടുത്തല് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുന്നത് നമുക്കൊക്കെ വളരെയേറെ ഉപകരിക്കുന്ന ഒരു സംഗതിയായിരിക്കും. ഒരു ഹാക്കിം അദ്ദേഹത്തിന് അടുക്കല് ഒരു വിധി തേടിക്കൊണ്ട് ഒരാൾ എത്തിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി നൽകുക, ശരിയായ വിധിയാണ് നൽകുന്നത്, ഏറ്റവും പെർഫെക്റ്റ് ആയ വിധിയാണ് നൽകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ് ആ ഹദീസ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇജ്തിഹാദൊക്കെ നിർവഹിച്ചിട്ട് തന്നെ വളരെ ശ്രമകരമായ പഠനം നടത്തിയിട്ട് തന്നെ ഒരു ന്യായാധിപന് നൽകാൻ കഴിയുന്ന വിധി വേണ്ടത്ര തൃപ്തികരമായ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത വിധിയാണെങ്കിൽ പോലും ആ ന്യായാധിപന് ഒരു അജ്റ് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ആ ഹദീസ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസില് ന്യായാധിപന്മാര് 3 വിധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് നല്ല പരിശ്രമം നടത്തി വിധി കൽപ്പിക്കുന്ന, ശരിയായ വിധി കൽപ്പിക്കുന്ന, നീതിപൂർവം വിധി കൽപ്പിക്കുന്ന ന്യായാധിപൻ, സ്വർഗാവകാശിയായി മാറുന്ന ന്യായാധിപനാണ് അയാള്. മറ്റൊരാൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നീതിയുടെ പക്ഷം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടും നീതിപൂർവകമായിട്ടല്ലാതെ വിധിക്കുന്ന ഒരാള്, അയാള് നരകാവകാശിയായിട്ടുള്ള ന്യായാധിപനാണ് എന്നാണ് ആ ഹദീസ് ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാമതൊരാളുണ്ട്, അയാള് വിഷയങ്ങളിൽ അറിവില്ലാതെ, വേണ്ട വിധത്തിൽ അതിനെ പഠിക്കാതെ, അറിവില്ലാതെ വിധി കൽപ്പിക്കുന്ന ഒരാളാണ്, അയാളും നരകാവകാശിയാകുന്നു എന്നാണ് ആ ഹദീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന വിധത്തിൽ ആ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് സമയം ലഭിക്കുകയുണ്ടായിട്ടില്ല, ക്ഷമിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് സാധിക്കുകയാണെങ്കിൽ നാളെ അവ പരിഗണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.